ഹലോ ഹായ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം. ഇത് കുറേ പേര് കണ്ടിട്ടുള്ളതൊന്നും ആയിരിക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇത് റെഡ് കളറിലുള്ള ഒരു എഗ്ഗാണ്, അതായത് സാൾട്ടഡ് എഗ്ഗ്. ഇത് കവറാണ് ഈ റെഡ് കളറിലുള്ളത്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള എഗ്ഗും റെഡ് കളർ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നോക്കുക, ഇതിപ്പോൾ നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള റെഡ് കളറിലുള്ള എഗ്ഗാണ് സാൾട്ടഡ് എഗ്ഗ്. അതായത് ഇതിൻ്റെ ഉൾഭാഗവും റെഡ് കളർ തന്നെയാണ്. അതെങ്ങനെയാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത്, ഇതെന്താ സംഭവം എന്നുള്ളത് പറഞ്ഞു തരാം. അതായത് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ഫിലിപ്പീൻസാണ്, കൂടുതലല്ല അവരുടെ ഒരു ഫുഡ് തന്നെയാണിത്. അപ്പോൾ അവരാണിത് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലായിട്ടുള്ള എഗ്ഗ് കുറച്ച് വെള്ളം നന്നായി ബോയിൽ ചെയ്തതിന് ശേഷം, ബോയിൽ ചെയ്യുമ്പോൾ ഒരു കപ്പ് സാൾട്ട് ഇട്ട് അത് നന്നായി ബോയിൽ ചെയ്ത് ഒരു ചെറു ചൂടുവെള്ളമാക്കും. ഒരു ചൂട് കുറച്ച് ആറി കഴിയുമ്പോൾ ഒരു ചില്ലിൻ്റെ ബോട്ടിലിൽ സാധാരണ നമ്മൾ നോർമൽ എഗ്സ് പറക്കി മെല്ലെ ഇതിൽ വെച്ചതിന് ശേഷം ഈ വാം വാട്ടർ ഈ ബോട്ടിലിൽ ഒഴിച്ച് അടച്ച് അങ്ങോട്ട് വയ്ക്കും. 21 ദിവസം കഴിയുമ്പോഴാണ് പിന്നെ ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സാൾട്ടഡ് എഗ്ഗായി. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഈ പുറം ഭാഗം ഒന്നും റെഡ് കളർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നോർമൽ എഗ്ഗ് തന്നെയാണ്, പക്ഷെ അത് ഓൾറെഡി ഈറ്റ് ചെയ്യാൻ, അതായത് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. കഴിക്കണമെങ്കിൽ വീണ്ടും അത് നമ്മളെ നോർമൽ എഗ്ഗ് എത്ര നേരം കുക്ക് ചെയ്യണോ അതിനേക്കാൾ കൂടുതൽ ടൈം കുക്ക് ചെയ്യണം. അതായത് ഒരു 20-25 മിനിറ്റോളം ഏകദേശം ഈ സാൾട്ടഡ് എഗ്ഗ് കുക്ക് ചെയ്യണം. നമ്മൾ സാധാരണ പുഴുങ്ങാൻ വയ്ക്കുന്നത് പോലെ ഏതെങ്കിലും പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ നോർമൽ പുഴുങ്ങുന്നത് പോലെ തന്നെ ഒരു 20-25 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഈ എഗ്ഗിനെ വീണ്ടും അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ആ വാട്ടർ ഉണ്ടല്ലോ ബോട്ടിൽ, ആ ബോട്ടിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വിനാഗിരി, ഒരു 2-3 ഡ്രോപ്സ് ഫുഡ് കളർ റെഡ് കളർ അത് ഒഴിച്ചതിന് ശേഷം ഈ എഗ്ഗിനെ, ഈ ബോയിൽ ചെയ്ത് വേവിച്ച എഗ്ഗിനെ വീണ്ടും അതിൽ സോക്ക് ചെയ്ത് വയ്ക്കും. ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കാനുള്ള പരിവായി. അതായത് ഇതിൻ്റെ തൊണ്ട് ഫുള്ള് റെഡ് കളറാവും. ഇത് റെഡ് കളറിലുള്ള എഗ്ഗായി, സാൾട്ടഡ് എഗ്ഗായി. പിന്നെ അത് സാധാരണ നോർമൽ നമ്മൾ തൊലി പൊളിച്ച് കഴിക്കും. തൊലി പൊളിച്ച്, അതായത് നമ്മൾ സാധാരണ മുറിച്ച് നമ്മൾ കഴിക്കൂലേ, അതുപോലെ കഴിക്കും. ഞാനിത് കണ്ടത് നമ്മുടെ ഈ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂം ഷെയർ ചെയ്യുന്നത് ഒരു ഫിലിപ്പീനി പയ്യനാണ്. അവനിത് മേടിച്ചപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പം ഞാൻ വളരെ ആകാംക്ഷപൂർവ്വം ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇത്. അല്ലാതെ ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. പക്ഷേ ഈ സാധനം ബോയിൽ ചെയ്യാവുന്ന ആ പരുവം വരെ ആയത്, അതായത് സാൾട്ടിലിട്ട് 21 ദിവസത്തിന് ശേഷം എടുത്ത എഗ്ഗാണിത്. ഇനി ഇത് നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ബോയിൽ ചെയ്ത് വേവിച്ചിട്ട് വേണം കഴിക്കാൻ, അത്രയേ ഉള്ളൂ. പിന്നെ കളറിന് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് കളർ ഇട്ടിട്ട് ഇത് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. അതല്ലെങ്കിൽ സാധാരണ നോർമൽ വേവിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.